ദീപകിന്റെ മരണം അറിഞ്ഞ് നിങ്ങൾ പോലീസിനെ വിളിക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയൊക്കെ ചെയ്തല്ലോ. പോലീസുകാരുടെ സമീപനം എങ്ങനെയായിരുന്നു? നമ്മൾ പോലീസുകാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേരായിരുന്നു സ്റ്റേഷനിലുണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞങ്ങൾ വാങ്ങിയിട്ടില്ലായിരുന്നു. കാരണം ഇതിലൊരു യോഗ ആർക്കും സഹിക്കാൻ പറ്റൂല. ഏത് മക്കൾക്കും അമ്മക്കും അച്ഛനും ഇങ്ങനത്തെ ഒരു യോഗം ഉണ്ടാവരുത്. അതാർക്കും സഹിക്കാൻ പറ്റൂല. ഞാനൊരാൾ അനുഭവിച്ച് ഈ ലോകത്തിൽ ഒരാളും ഇത് അനുഭവിക്കാൻ പാടില്ല. അത് മാത്രമുള്ളൂ എനിക്ക്. മണ്ണാടി നടുവർ നൽകിയ പരാതിയിൽ പരാതിക്കാരുടെ മകൻ മരിച്ചത് ഷിംജിത മുസ്തഫ എന്ന സ്ത്രീ സോഷ്യൽ മീഡിയയിൽ അപകീർത്തികരമായ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു കൊണ്ടാണ് ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ നിലവിൽ ഷിംജിതയുടെ പേരിൽ പോലീസുകാർ എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇവള് ഒളിവിലാണ്. ദുബായിലോട്ടെങ്ങാണ്ട് ഇവള് കടന്നു കളഞ്ഞു എന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവളുടെ പേരിൽ ലുക്കൌട്ട് നോട്ടീസ് പുറത്തു വിടണം. അതാണ് ചെയ്യേണ്ടത്. ഇവള് ദുബായിൽ വല്ലതും ആണെങ്കിൽ തന്നെ എത്ര മെനക്കെട്ടാലും ഇവളെ നാട്ടിൽ കൊണ്ടുവരാനാണ് നോക്കേണ്ടത്. കാര്യം ഇതുപോലെയുള്ള ഒരു പ്രവൃത്തി ഇനി ഒരു കാരണവശാലും ഒരു സ്ത്രീകളും ചെയ്യരുത്. സ്ത്രീകൾക്ക് മാത്രം പ്രത്യേക ഒരു നിയമം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഇവിടെ ആദ്യമേ എടുത്ത് കളയേണ്ടത്. ഇവള് കാണിച്ച ഈ ഒരു പ്രവൃത്തിക്ക് ഒരു കുടുംബമാണ് ഇവിടെ അനാഥമായത്. ഇവളെ ഒരു കാരണവശാലും വെറുതെ വിടരുത്. എന്തായാലും ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ദീപകിന്റെ സുഹൃത്തുക്കൾ പ്രതികരിക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് ദീപക് മരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവളുടെ പേരിൽ എഫ്ഐആർ ഇടാൻ വേണ്ടിയിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം അവർക്ക് പോലീസുകാരിൽ നിന്ന് നേരിട്ടൊരു അനുഭവമാണ് ഷെയർ ചെയ്യുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ദീപകിന്റെ മരണം അറിഞ്ഞ് നിങ്ങൾ പോലീസിനെ വിളിക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയൊക്കെ ചെയ്തല്ലോ. പോലീസുകാരുടെ സമീപനം എങ്ങനെയായിരുന്നു? നമ്മൾ പോലീസുകാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേരായിരുന്നു സ്റ്റേഷനിലുണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞങ്ങൾ വാങ്ങിയിട്ടില്ലായിരുന്നു. കാരണം ഇതിലൊരു നടപടി സ്വീകരിച്ചിട്ട് ആ കുട്ടീൻ്റെ പേര് എഫ്ഐആർ ഇട്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇതിൽ പിന്മാറുള്ളൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പോലീസ് CI ആണ് അവിടെ ഉണ്ടായിരുന്നത്. CI നമ്മൾ SIനോട് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പരാതിപ്പെടാൻ വേണ്ടി വന്നതാണ്. ഇന്ന ആളെ പേരിൽ ഇങ്ങനെ കേസ് എടുക്കണം, കാരണം ആ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും ഞങ്ങളുടെ സഹപ്രവർത്തകരും കൂടി ചെന്നതാണ്. അപ്പോൾ അവിടെ CI ഞങ്ങൾ പറയുന്നത് കൂടി കേൾക്കാൻ തയ്യാറാവാണ്ടേ അദ്ദേഹം ജീപ്പിൽ കയറുകയും, യൂണിഫോം അല്ല, അദ്ദേഹം ജീപ്പിൽ കയറുകയും ജീപ്പിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ചെന്ന സമയത്ത് അദ്ദേഹം ഞങ്ങളോട് സംസാരിക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ അത് അവർ ചെയ്തതല്ലേ, ഞാൻ കണ്ടു വീഡിയോ. അപ്പോൾ ഞാൻ സാറോട് ചോദിച്ചു, സാർ അതിൽ എന്താ സാറ് വീഡിയോ കണ്ടതെന്ന് ചോദിച്ചു. കാരണം ആ ഒരു ഡിസ്റ്റൻസിൽ അത്രയും ഡിഫറൻറ്റിലാണ് ആ പെൺകുട്ടി നിൽക്കുന്നത്. ആ പെൺകുട്ടി അങ്ങോട്ട് പോയിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ ഈ CI ഒരു നടപടിയില്ല, ഞങ്ങൾ നടപടി എടുക്കും എന്ന് മാത്രം പറഞ്ഞിട്ട് ഇവർ നമ്മളെ അവിടുന്ന് ആട്ടിപ്പായിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ഞങ്ങളത് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഈ ബോഡീനോട് നമ്മൾ കേട്ടല്ലോ. അതായത് പോലീസുകാരിൽ നിന്ന് നേരിട്ട അനുഭവമാണ് ദീപകിന്റെ സുഹൃത്തുക്കൾ വന്ന് പങ്കുവയ്ക്കുന്നത്. ഇത് ഭയങ്കര രീതിയിൽ സെൻസേഷണൽ ആയതിനു ശേഷമാണ് പെട്ടെന്ന് പോലീസുകാർ എഫ്ഐആർ ഒക്കെ ഇടിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ മനുഷ്യൻ മരിച്ചിട്ട് ഇത്രയും നേരമായി, ഈ നിമിഷം വരെയും ആ ഒരു പെൺകുട്ടിയെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതൊരു നിസ്സാരപ്പെട്ടൊരു കേസായിട്ട് ദൈവത്തെ ഓർത്ത് കേരള പോലീസ് കാണരുത്. കാര്യം ആ വീട്ടുകാരുടെ കരച്ചിലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. കംപ്ലൈൻറ്റുമായിട്ടൊക്കെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴത്തേക്ക് അവരെ ആട്ടിപ്പായിക്കാനായിട്ടാണ് നോക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ കേരളത്തിൽ പോലീസ് സ്റ്റേഷനൊക്കെ വെച്ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഇല്ല, രാഹുൽ ഈശ്വർ പറയുന്ന കണക്ക് നമ്മൾ ഈ ആണുങ്ങൾ എന്തെങ്കിലുമൊക്കെ പരാതിയായിട്ട് ചെല്ലുന്ന സമയത്ത് ഈ രീതിയിലുള്ള വിലയെ അവരൊക്കെ തരത്തുള്ളൂ. നേരെ മറിച്ച് പെണ്ണുങ്ങളൊക്കെ കയറി ചെല്ലുമ്പോഴത്തേക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, പറയുന്നതിൻ്റെ സ്പോട്ടിൽ തന്നെ ആക്ഷൻ എടുക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാടെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇത്രയേ ഉള്ളടേ, പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആ അമ്മയുടെയൊക്കെ കരച്ചിൽ കണ്ടില്ലേ? എന്താ നമുക്ക് ഇതിനൊക്കെ മറുപടി പറയേണ്ടതെന്ന് അറിയത്തില്ല. എന്തായാലും അവരുടെ വീട്ടുകാർ ഈ ഒരു കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. അവർ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുവാണ്. എന്തായാലും എഫ്ഐആറിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ പുറത്തു വിടാം. നൽകിയ പരാതിയിൽ പരാതിക്കാരുടെ മകൻ മരിച്ചത് ഷിംജിത മുസ്തഫ എന്ന സ്ത്രീ സോഷ്യൽ മീഡിയയിൽ അപകീർത്തികരമായ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു കൊണ്ടാണ് ഇന്നും മറ്റുള്ള പരാതി അതായത് ദീപക് മരിക്കാനുള്ള പ്രധാന കാരണക്കാരി ഇവളാണെന്ന് വളരെ വ്യക്തമായിട്ട് എഫ്ഐആറിനകത്തുണ്ട്. അപ്പം ഇനി ഇതിനകത്ത് യാതൊരുവിധ സംസാരവുമില്ല. ഇനി ഇവളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുക, ഇവളെ എത്രയും പെട്ടെന്ന് നാട്ടിൽ കൊണ്ടുവരാനാണ് നോക്കേണ്ടത്. ഇവൾ ദുബായിലല്ല, ഇനി അമേരിക്കയിലാണെങ്കിലും ഇവളെ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ നാട്ടിൽ കൊണ്ടുവരണം. കാര്യം സമൂഹം കാണണം ഇവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. കാര്യം ആ അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ വീണ്ടും നമ്മളിത് റിപ്പീറ്റ് ചെയ്ത് പറയണത് അവരുടെ സിറ്റുവേഷൻ നമുക്കൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോഴും അവർ കരച്ചിൽ നിർത്തിയിട്ടില്ല. അവർ ആഹാരം പോലും അവർ കഴിക്കുന്നില്ല. ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനെ സമൂഹത്തിൻ്റെ മുന്നിൽ ഇവൾ ഏത് രീതിയിലാണ് ചിത്രീകരിച്ചത്? ഇവളെ സപ്പോർട്ട് ചെയ്ത് വരുന്ന വേറെ കുറേ വായി നോക്കികളും തീർന്നിട്ടില്ല. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ CCTV ഒരു സംഭവങ്ങൾ പറയുന്നുണ്ടല്ലോ. ഈ ബസ്സിൻ്റെ അകത്തുള്ള ജീവനക്കാർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ സമൂഹ മാധ്യമത്തിലെ അധിക്ഷേപത്തിൽ യുവാവ് ജീവനൊടുക്കാനിടയായതിൽ സംഭവ ദിവസം ആരും പരാതി പറഞ്ഞിട്ടില്ലെന്ന് ബസ്സിലെ ജീവനക്കാർ. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. പറഞ്ഞിരുന്നെങ്കിൽ പോലീസിൽ അറിയിക്കുമായിരുന്നു.
വീഡിയോ കണ്ടപ്പോഴാണ് തങ്ങളുടെ ബസ്സാണെന്ന് തിരിച്ചറിഞ്ഞത്. CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായൊന്നും കാണാൻ കഴിഞ്ഞില്ല. ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും ബസ് ജീവനക്കാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്ക് ആ പ്രതികരണങ്ങൾ കാണാം. വാർത്ത നിങ്ങൾ കേട്ടല്ലോ. ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് CCTV വിഷ്വൽസ് എല്ലാം പോലീസിന് കൈമാറിയെന്ന്. ആ വിഷ്വൽസിനകത്ത് അങ്ങ് ഒരു തേങ്ങയില്ല. അതാണ് വാസ്തവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് ഇവള് മനഃപൂർവ്വം റീച്ചിന് വേണ്ടി ചെയ്ത് കൂട്ടിയ പരിപാടി തന്നെയാണത്. അല്ല അതിൽ കൂടുതൽ വേറെ ഒന്നുമല്ല. ഇനി ഇവക്ക് വേണ്ടിയിട്ട് വക്കാലത്തുമായിട്ട് ഒരു മനുഷ്യരും ഇവിടെ അങ്ങ് വരരുത്. ഇന്നലെ നമ്മൾ കണ്ടതാണ് ശ്രീലക്ഷ്മി അറക്കൽ എന്ന് പറയുന്ന ഒരുത്തി ഇറങ്ങി തിരിച്ചിരിക്കുമായിരുന്നു ഇവക്ക് വേണ്ടി സപ്പോർട്ടെന്ന് പറഞ്ഞിട്ട്. എന്തായാലും അവളുടെ അഹങ്കാരം നാട്ടുകാർ മുഴുവൻ തീർത്തു കൊടുത്തിട്ടുണ്ട്. അമ്മാതിരി വിളിയാണ് അവളെ നാട്ടുകാർ മൊത്തം വിളിച്ചു പഠിക്കുന്നത്. അവൾ ചോദിച്ച് മേടിക്കുന്നതാണ്. CCTV ഫൂട്ടേജിനകത്ത് പോലും ഒന്നുമില്ല എന്ന് വളരെ വ്യക്തമായി. പിന്നെ എന്തിനായിരുന്നു ഇവൾ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്? ഇവളുടെ ഇന്റൻഷൻ എന്തായിരുന്നു? പക്ക റീച്ചിന് വേണ്ടി ചെയ്ത പരിപാടിയല്ലേ? അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന ഫെമിനിറ്റിയൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ബസ്സിനകത്ത് വെച്ച് വീഡിയോ ചിത്രീകരിക്കുകയും ആരോപണം ഉന്നയിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് കോഴിക്കോട് സ്വദേശിയായ യുവാവ് ആത്മഹത്യ ചെയ്തത്. ഈ യുവതി പറഞ്ഞിരുന്നത് പയ്യന്നൂരിൽ വെച്ചാണ് തനിക്ക് ഈ രീതിയിലുള്ള ഒരു ദുരനുഭവം ഉണ്ടായത് എന്നാണ്. ആ വീഡിയോ ചിത്രീകരിച്ച ബസ് അതിനു മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. രാമന്തളി പയ്യന്നൂർ റൂട്ടിലോടുന്ന അല്ലമീൻ ബസ്സിൽ വെച്ചായിരുന്നു യുവതി ഈ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തത്. ഈ സമയത്താണ് ഈ രീതിയിലുള്ള ഒരു ദുരനുഭവം തനിക്കുണ്ടായത് എന്ന് യുവതി പിന്നീട് ഇതിനൊരു വിശദീകരണം എന്ന നിലയിൽ പറഞ്ഞിരുന്നു. നമുക്കൊപ്പം ഈ ബസ്സിലെ ജീവനക്കാർ തന്നെ ചേരുന്നുണ്ട്. എന്താണ് അന്ന് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഈ ജീവനക്കാരോട് തന്നെ ചോദിക്കുകയും ചെയ്യാം. ഈ സമയത്ത് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എന്താ പേരെന്താ? എൻ്റെ പേര് രാമകൃഷ്ണൻ. ഈ സമയത്ത് നിങ്ങൾക്ക് അവരെ മുഖം ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ ആരെങ്കിലും? ഇല്ല, എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒന്നിച്ച് കയറുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോരോ വ്യക്തിയും മുഖം അങ്ങനെ ഓർമ്മിച്ച് നോക്കാം. നമ്മളെ പണിയിലേതായതുകൊണ്ട് പെട്ടെന്ന് ഒരു 10 രൂപ പോയിൻ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് പണി തീർത്തിട്ട് നിൽക്കേണ്ട ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വ്യക്തികളുടെ മുഖം നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ ആവില്ല. ഇതിപ്പോൾ ഈ ബസ്സാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയാണ്? ഈ ഓണർ പറഞ്ഞിട്ടാണ് ബസ് ഇതെങ്ങനെയാണെന്ന് മനസ്സിലായത് പറഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെ ഒരു സംഭവം. അതായത് അവർക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തു പോലും ഇല്ല. അവിടെ ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഒരു രീതിയിലുള്ള ചർച്ച പോലും വന്നിട്ടില്ല. ഇവക്ക് അവിടെ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇവള് പ്രതികരിച്ചില്ല? ഒരു മനുഷ്യൻ ഇത്തിരി മാറിയാണ് നിൽക്കുന്നത്. അയാളുടെ കാര്യം നോക്കി അനാവശ്യമായിട്ട് അയാളെ ഈ ഒരു വിഷയത്തിൽ വലിച്ചിട്ട് ഇപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ ജീവനും പോയി. ഇവക്കിത് ചെയ്യാൻ കൊള്ളാവുന്നൊരു പണിയാണോ? ഇവളെ പറ്റിയിട്ട് ഇവളെ നാട്ടുകാരൊക്കെ പ്രതികരിക്കുന്നതൊക്കെ ഉണ്ട്. താമസിക്കാതെ ഇനിയും കുറേ കാര്യങ്ങൾ വെളിയിൽ വരും. ഇവളെ തനി സ്വഭാവം എന്താണെന്ന് അന്നേരം ജനങ്ങൾക്ക് അന്നേരം കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. നടന്നിട്ടുണ്ടോ എന്ന് മുതലാളി ചോദിച്ചാൽ നമ്മൾ നമ്മളെ ബസ്സിൽ അങ്ങനെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ മുതലാളി പറഞ്ഞാൽ നമുക്കൊരു വീഡിയോ വന്നിട്ടുണ്ട്, അപ്പോൾ ഇത് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്ത അയാൾക്ക്. പക്ഷേ അന്നേരം നമ്മളതിൻ്റെ സീലിങ്ങും സീറ്റും ശ്രദ്ധിച്ചപ്പോഴാണ് നമ്മളെ ബസ്സാണെന്നുള്ളത് മനസ്സിലായത്. ഇത് ഏതെങ്കിലും തരത്തിൽ ആ സമയത്ത് ഏതെങ്കിലും യുവതികളോട് നിങ്ങളോട് ഈ രീതിയിൽ എന്തെങ്കിലും പരാതി പറയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ സംഭവം നമ്മൾ സാധാരണ രീതിയിൽ പോകുന്നത് തന്നെയാണ്. നമ്മളെ അങ്ങനത്തെ പരാതികളോ നമ്മളൊന്നും പറയുക അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല. സാധാരണ നിലയിൽ അങ്ങനെ ഒരു സ്ത്രീയൊക്കെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും പോലീസിനൊക്കെ അറിയിക്കും. സ്വാഭാവികമായിട്ട് എന്തായാലും 7 പോസ്റ്റിന് എടുക്കാൻ വരുന്നത് നമ്മൾ പോലീസിനായിട്ട് അറിയിക്കും, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അറിയിക്കേണ്ടത് നമ്മളെ ഉത്തരവാദിത്തമാണല്ലോ. അങ്ങനെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നില്ല. സാധാരണ രീതിയിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് കയറുന്നതാണ്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഒരാളെയും നമുക്ക് ഒരു വ്യക്തിപരമായിട്ട് നമുക്ക് അങ്ങനെ കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. കേട്ടല്ലോ, സാധാരണ ഇങ്ങനെ ഒരു പ്രശ്നം ആ ബസ്സിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവർ നിയറസ്റ്റ് ആയിട്ടുള്ള പോലീസിൽ അറിയിപ്പിക്കും. അതാണ് അവർ ചെയ്യുന്ന ഒരു പരിപാടി. പക്ഷേ ഇവിടെ ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല. ഇവൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇവൾ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, ഇത് ഞാൻ സമൂഹത്തിന് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാന്നേ ഉള്ളൂ ഇവളിതെല്ലാം ചെയ്ത് കൂട്ടിയത് ഇവളുടെ താൽക്കാലിക റീച്ചിന് വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടും മാത്രമാണ്. ഇവളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവളൊക്കെയാണോ ഒരു മനുഷ്യ സ്ത്രീ എന്ന് പറയുന്നത്? ഇവൾ സൈക്കോളജിസ്റ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത്. ഇവൾ എവിടുത്തെ സൈക്കോളജിസ്റ്റ് ആണ് ഇവള്? എന്തായാലും ഈ ഒരു വിഷയത്തോടെ കൂടിയിട്ട് ഒരു കാര്യം ഞാൻ പറയാം, ജെനുവിനായിട്ട് വരുന്ന കേസുകൾ പോലും ഇനി ജനങ്ങൾ ഒരിക്കലും വിശ്വസിക്കത്തില്ല. കാര്യം ഇവളെ പോലെയുള്ള അവളമാരൊക്കെ ആ രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ബസ്സുകളിലൊക്കെ സൈഡിൽ പോസ്റ്ററൊക്കെ ഒട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വേണേൽ വായിച്ചു തരാം. ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് ഉണ്ടാക്കാൻ നടക്കുന്ന തെരുവ്, ബാക്കി ഞാൻ വായിക്കുന്നില്ല. ഈ ബസ്സിൽ പ്രവേശനമില്ല. മനസ്സിലായല്ലേ? ഈ നിന്നെ പോലെ ഉള്ളവളുമാരൊക്കെ ഇതൊക്കെ ചോദിച്ച് മേടിക്കുന്നതാണ്. ഒരാളുടെ ജീവിതം വെച്ച് കളിക്കരുത്. കുറേ വീഡിയോസ് ഉണ്ട് ഇതിൻ്റെയൊക്കെ പ്രതിഷേധമായിട്ട്. ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാം. ഇത് നമുക്ക് കാണുമ്പോൾ ചിലപ്പം ചിരി തോന്നും, തമാശ തോന്നും. പക്ഷേ ഇതിൻ്റെ റിയാലിറ്റിയാണിത്. കാര്യം ഇനി തൊട്ട് ആണുങ്ങൾ ബസ്സിൽ കയറുമ്പോൾ ഇങ്ങനെ നടക്കേണ്ടി വരും, അല്ലെങ്കിൽ ചുറ്റിനും ക്യാമറ ഒട്ടിച്ചുകൊണ്ട് നടക്കേണ്ടി വരും. ആ രീതിയിലോട്ട് ആയിട്ടുണ്ട് ഇത് മൊത്തം. ഇതിപ്പോൾ നമുക്ക് അടുത്തിരിക്കാൻ പറ്റത്തില്ല, നോക്കാൻ പറ്റത്തില്ല. എന്ത് ഇവളുകളൊക്കെ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട്?
എന്തായാലും ഈ മറ്റേ ദീപകിൻ്റെ വീട്ടുകാരുണ്ട്, വീട്ടുകാർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ഏതറ്റം വരെ അവർ പോകുമെന്ന് പറയുന്നുണ്ട് കേസുമായിട്ട്. വളരെ നല്ല കാര്യം ഇതിനു വേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അതാ ചെയ്യേണ്ടത്. ഏറ്റവും നിർണായകമായൊരു വിവരം, ഷിംജിതയെ കാണാനില്ല, അവരിപ്പോൾ ഒളിവിലാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സമൂഹ മാധ്യമത്തിലെ ലൈംഗികാരോപണത്തിന് പിന്നാലെ കോഴിക്കോട് സ്വദേശിയായ ദീപക് ജീവനൊടുക്കിയതിൽ വീഡിയോ ചിത്രീകരിച്ച ഈ യുവതിയെ, ഷിംജിതയെ ഉടൻ പിടികൂടണമെന്ന് ദീപകിന്റെ കുടുംബം ഇന്ന് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ലോറിയിലുള്ള ഒരാള് റോഡിൽ തുപ്പിയെന്നും പറഞ്ഞിട്ട് അത് വിവാദം ഉണ്ടാക്കാൻ നോക്കിയ വ്യക്തിയാണ് നീ. പക്ഷെ അതെന്തോ വൈറലാവാൻ പറ്റിയില്ല. എന്നിട്ട് അടുത്ത മാർഗം നീ സ്വീകരിച്ചാണ് ഇങ്ങനെയുള്ള പരിപാടി. ഇപ്പോൾ ഒളിവിൽ പോയേക്കുന്നത്. നിനക്ക് നാണം ഉണ്ടോടി? നിനക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കുക. പിടികൂടിയാലേ നീതി കിട്ടുകയുള്ളൂവെന്ന് ദീപകിന്റെ അച്ഛൻ ചോയി പ്രതികരിച്ചു. ഒന്ന് കേട്ടുവരാം. നല്ല ശിക്ഷ വാങ്ങി കൊടുക്കണം. അതിനാലും കുറച്ച് ബ്ലാക്കണം. അതിനെ ശിക്ഷിക്കണം. അങ്ങനെ എൻ്റെ മോനെ ഇതാക്കി കഴിഞ്ഞാൽ എൻ്റെ മകൻ്റെ ഞങ്ങളെ ജീവിതം വയ്യാതാക്കി. അവളെ കണ്ടെത്താൻ ഉള്ള എല്ലാ ഉപകരണങ്ങളും വേണം. എന്നിട്ട് വേണ്ട നടപടികൾ എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാതെ അവൾക്ക് ഒരു ഇതായിട്ട് അവൾക്ക് അവിടുന്ന് കഴിച്ചിടാനുള്ള. ആ അമ്മ സൈഡിൽ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഈ അമ്മയുടെയും അച്ഛൻ്റെയും കണ്ണുനീരുന്ന് നീ തീർച്ചയായിട്ടും മറുപടി പറയേണ്ടി വരും. നീ ഇനി എവിടെ പോയി ഒളിച്ചു കഴിഞ്ഞാലും നിന്നെ പൊക്കും മോളെ. നീ ഇനി സോഷ്യൽ മീഡിയയിൽ മേലാൽ ഇനി ഇമാതിരി തെമ്മാടിത്തരം കാണിച്ചിട്ട് നീ മാത്രമല്ല, നിന്നെ പോലെയുള്ള ഒരുത്തികളും വരരുത്. കാര്യം ഒരാളുടെ ജീവനാണ് നീയൊക്കെ നഷ്ടപ്പെടുത്തിയത്. അവൾ ഒളിവിൽ പോയേക്കുന്നത്. യോഗം ഉണ്ടാവരുത്. ഒരമ്മക്ക് ഇങ്ങനത്തെ യോഗം ആർക്കും സഹിക്കാൻ പറ്റൂല. ഏത് മക്കൾക്കും അമ്മക്കും അച്ഛനും ഇങ്ങനത്തെ ഒരു യോഗം ഉണ്ടാവരുത്. അതാർക്കും സഹിക്കാൻ പറ്റൂല. ഞാനൊരാൾ അനുഭവിച്ച് ഈ ലോകത്തിൽ ഒരാളും ഇത് അനുഭവിക്കാൻ പാടില്ല. അത് മാത്രമുള്ളൂ എനിക്ക്. ഒരു ലോകത്തിൽ ഒരാൾക്കും ഇനി വീതി കൊടുക്കരുത് ഭഗവാൻ. അത് ബാധിക്കുണ്ടാകാൻ പാടില്ല. ഒരമ്മക്കും അച്ഛനും മക്കൾക്കും ഇങ്ങനത്തെ ഒരു എൻ്റെ മോൻ വളരെ പാവായിപ്പോയി. എൻ്റെ മോൻ വളരെ പാവായിപ്പോയി. അതാണ് ഇതൊക്കെ ചെയ്തതിൻ്റെ കുട്ടി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടല്ലോ, എൻ്റെ മകൻ വളരെ പാവമായി പോയെന്ന്. ഒരമ്മയുടെ കരച്ചിലാണ്. നീ അനുഭവിക്കും മോളെ. നീ ഇതൊക്കെ അനുഭവിച്ചിട്ടേ നീ ഈ ലോകത്ത് നിന്ന് പോത്തോളൂ. നിൻ്റെ വീട്ടുകാർ ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കുമല്ലോ. നിനക്കും ഉണ്ടല്ലോ ഒരു അച്ഛനും അമ്മയും. നിനക്കൊന്നും വരാതിരിക്കട്ടെ. നീ കാണിച്ച പ്രവൃത്തിക്ക് ഒരു കുടുംബമാണ് ഇവിടെ താറുമാറാക്കിയത്. അത് വേറൊരു കാര്യം നിങ്ങൾക്കറിയായിരുന്നോ? ഈ പറയുന്ന ദീപകിൻ്റെ ബർത്ത്ഡേയുടെ അന്നായിരുന്നു ദീപകിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനൊരു ആരോപണം വന്നത്. എന്നാൽ ബർത്ത്ഡേ കഴിഞ്ഞ് തൊട്ട് പിറ്റേ ദിവസം ദീപകിൻ്റെ മരണമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, ഒരു മനുഷ്യൻ്റെയൊക്കെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. ചെയ്യാത്ത തെറ്റിന് സമൂഹ മാധ്യമങ്ങളിൽ കൂടെ അപമാനിക്കുക. ആ മനുഷ്യൻ അതൊക്കെ കണ്ട് മനം നൊന്താണ് മരിച്ചത്. പുള്ളിയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇവള് എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് ദീപക് നിർബന്ധിച്ച് മേടിച്ചതാണ്. ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഈ പുള്ളി ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവള് കുറച്ച് നാൾ മാറി നിന്നിട്ട് മുൻകൂർ ജാമ്യം എടുക്കാൻ നോക്കും. മുൻകൂർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കേസ് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ചകളും വരത്തുമില്ല. അതാണ് കാര്യം. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭയങ്കരമായിട്ട് കത്തി നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യത്തുള്ളൂ. കുറച്ച് നാൾ കഴിഞ്ഞ് ഇതിൻ്റെയൊക്കെ റീച്ച് പോയി കഴിയുമ്പം ഒരു മനുഷ്യരും എടുത്ത് വെച്ച് ചർച്ച ചെയ്യത്തില്ല. ഇത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. നഷ്ടപ്പെട്ടപ്പോൾ ആരൊക്കെ നഷ്ടപ്പെട്ട്? ആ അച്ഛനും അമ്മയ്ക്കും നഷ്ടപ്പെട്ട്. എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.